അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഹോണ്ട ബിഗ് വിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുതിയൊരു ബൈക്ക് മേടിക്കാൻ പോവുകയാണ്. പിന്നെ ഗൈസ് ഇത് ഹോണ്ട ബിഗ് വിങ്, അതിൻ്റെ അടുത്ത് തന്നെ ഒരു വേറൊരു ഹോണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ വേറൊരു ഇതുണ്ട്, ജോൺസ് ഹോണ്ട എന്ന് തന്നെ പറഞ്ഞിട്ട്. ഇവിടെ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് CC ഉണ്ട്. അതിന് കുറവുള്ള വണ്ടികൾ എന്ന് വെച്ചാൽ സ്കൂട്ടി അതൊക്കെ ഇവിടെ ജോൺസ് ഹോണ്ടയിലാണുള്ളത്. ഇത് രണ്ടും അടുത്താണ് വന്നിട്ടുള്ളത്. ബിഗ് വിങ് എന്ന് പറയുമ്പോൾ ഇത്രയോടെ എക്സ്പെൻസീവ് ആയിട്ട് ലക്ഷറി ആയിട്ടുള്ള വണ്ടികളാണ് ബിഗ് വിങ് ഉദ്ദേശിച്ചത്. ഗൈസ് ഇതാണ് ഞങ്ങൾ എടുക്കുന്ന വണ്ടി, ഹോണ്ട CB 350. ഇതാണ് സ്ക്രാച്ച് ആൻഡ് വിന്നുള്ള ഐറ്റംസ്. ഗൈസ് ഓണത്തിൻ്റെ ഓഫറായിട്ടുള്ള ഗിഫ്റ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗൈസ് ഈ ഒരു സെക്ഷനിൽ ജാക്കറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റാണ്. ഗൈസ് ആക്സസറി സെക്ഷനിൽ ഗ്ലൗസിനൊക്കെ വരുന്നത് 5000 രൂപയാണ്. ഗൈസ് ഈ ഒരു ചെക്കെന്ന് പറയുന്നത് ഹോണ്ടയുടെ ഒരു എന്താ പറയുക, ഒരു അടിപൊളി കളറായിട്ടുള്ളത് ഇതാണ്. ഇതെനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു കളറുള്ള ബൈക്കിനൊക്കെ പെട്ടെന്ന് ഫേഡ് ആവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് ഈ കളറിൻ്റെ കാര്യം ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഗൈസ് പിന്നെ ഉണ്ടായിരുന്നത് പറഞ്ഞാൽ ഹോണ്ട കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സ്ക്രാച്ച് ചെയ്തപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചൂസ് യുവർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വെച്ചാൽ അതിലൊരു 7 ഐറ്റം ഉണ്ട്, 7 തോന്നുന്നു, 7 ഐറ്റം ഉണ്ട്. അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിപ്പോൾ TWS ഉണ്ട്, നെക്ക് ബാൻഡ് ഉണ്ട്, പവർ ബാങ്ക് ഉണ്ട്, പിന്നെ ബാഗ് 3 തരം ബാഗ് ഉണ്ട്. ഞങ്ങൾ സെലക്ട് ചെയ്ത ബാഗാണ്. പിന്നെ ഗൈസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഹോണ്ട കൊടുക്കുന്ന ഒരു ഹെൽമെറ്റാണ്. ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ ഹാഫ് ഫേസ് ഹെൽമെറ്റാണ്, എന്നാൽ കൂടി അത് അതിനേക്കാൾ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നി. ഹാഫ് ഫേസ് ആയാൽ കൂടി അത് ഭയങ്കരമായിട്ട് ക്യൂട്ടായിപ്പോയി, പക്ഷെ അത് ചെറുതായി.